ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ് ആദ്യം. NCPയിൽ മന്ത്രി മാറ്റം. AK ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ഇന്നലെ കൊച്ചിയിൽ ചേർന്ന ജില്ലാ പ്രസിഡന്റുമാരുടെ യോഗത്തിലാണ് തീരുമാനം. ഷഫീദ് റാവുത്ത് ചേരുന്നുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി. ഷഫീദ്, നേരത്തെ തന്നെ ഇത്തരത്തിൽ ഒരു സൂചന ഉണ്ടായിരുന്നുവല്ലോ, AK ശശീന്ദ്രന് മാറേണ്ടി വരുമെന്നാണോ ഷഫീദ്? AK ശശീന്ദ്രന്റെ മന്ത്രിമാറ്റത്തിൽ NCPക്കകത്ത് വലിയ തരത്തിൽ സമ്മർദ്ദം ഉയരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി പുറത്തു വരുന്നത്. നേരത്തെ ഈ തോമസ് കെ തോമസ് ഉൾപ്പെടെയുള്ള ആളുകൾ, അല്ലെങ്കിൽ തോമസ് കെ തോമസ് പക്ഷം NCPക്കകത്ത് 2.5 വർഷത്തെ ടേം മന്ത്രിസ്ഥാനം എന്നുള്ള ആവശ്യം അത് ശക്തമായി ഉന്നയിക്കുകയും അത് മുഖ്യമന്ത്രിക്ക് മുൻപിലും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് മുൻപിലും എത്തിയിരുന്നു. എന്നാൽ അത് NCP ദേശീയ നേതൃത്വം അടക്കം തീരുമാനിക്കട്ടെ എന്നുള്ളതായിരുന്നു CPMന്റെ നിലപാട്. ഇന്നലെ എറണാകുളത്ത് ജില്ലാ പ്രസിഡന്റുമാരുടെ യോഗം ചേർന്നു. ആ യോഗത്തിലും തോമസ് കെ തോമസും അതേപോലെ തന്നെ PC ചാക്കോ ഉൾപ്പെടെയുള്ള ആളുകളും ഈ മന്ത്രിസ്ഥാനത്തു നിന്നുള്ള മാറ്റവും അതേപോലെ തന്നെ ഈ ടേം കണ്ടീഷൻ അടക്കമുള്ള കാര്യങ്ങളും വീണ്ടും ആവർത്തിച്ചു. വീണ്ടും അത് ശക്തമായി NCPക്കകത്ത് ഉയർത്തിയെന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. എന്നാൽ ഇതുവരെയും AK ശശീന്ദ്രൻ വിഭാഗമോ AK ശശീന്ദ്രനോ അതിന് വഴങ്ങിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അന്തിമ തീരുമാനം ഇക്കാര്യത്തിൽ ശരത് പവാർ എടുക്കും എന്നുള്ളതും ഒരു വിവരമായി വരുന്നുണ്ട്. AK ശശീന്ദ്രനും തോമസ് കെ തോമസുമായി ശരത് പവാർ ചർച്ച നടത്തും. ഈ വരുന്ന 5-ന് വളരെ നിർണായകമായ ചില നീക്കങ്ങൾ NCP ദേശീയ നേതൃത്വം നടത്തും എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. PC ചാക്കോ ഡൽഹിയിലേക്ക് എത്തി 5-ാം തീയതി ശരത് പവാറിനെ കാണും എന്നുള്ള ഒരു വിവരം കൂടിയുണ്ട്. ഏതായാലും NCPക്കകത്ത് കഴിഞ്ഞ കുറച്ച് മാസമായി ഉരുണ്ടുകൂടുന്ന അസംതൃപ്തി, അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിവാദങ്ങൾ അത് മറനീക്കി പുറത്തു വരികയാണ്. ഏതായാലും AK ശശീന്ദ്രന്റെ മേൽ മന്ത്രിസ്ഥാനം ഒഴിയാൻ ശക്തമായ സമ്മർദ്ദം NCPക്കകത്തുണ്ട്. NCP സംസ്ഥാന നേതൃത്വം അത് 2 പക്ഷമായി ചേർന്നുകൊണ്ട് വലിയ തരത്തിലുള്ള ഒരു സമ്മർദ്ദമായി അത് ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. AK ശശീന്ദ്രന്റെ തീരുമാനം ഇതിൽ നിർണായകമാകും. അതിനപ്പുറത്തേക്ക് അന്തിമ തീരുമാനം ശരത് പവാർ എടുക്കുകയും ചെയ്യും. ഉന്മേഷ്. ഷഫീദ് റാവുത്താണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ ചേർത്തലയിൽ കാണാതായ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയെന്ന് സംശയം. മാതാവും ആൺസുഹൃത്തും കസ്റ്റഡിയിൽ. ചേർത്തല സ്വദേശി ആശ, ആൺസുഹൃത്ത് രതീഷ് എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. മനീഷ് മഹിബാൽ വിവരങ്ങളുമായി ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നുണ്ട്. മനീഷ്, പോലീസിന് ഈ കുഞ്ഞ് എവിടെയുണ്ട് എന്നതിൽ, അല്ലെങ്കിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തി എന്നതിൽ അങ്ങനെ ഒരു വ്യക്തതയുണ്ടോ ഈ അന്വേഷണ ഘട്ടത്തിൽ? മനീഷ്. ഉന്മേഷ്, ഈ സംഭവത്തിൽ പോലീസ് സ്ഥിരീകരിക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്. കുഞ്ഞ്, നവജാത ശിശു ജീവനോടെ ഇല്ല എന്ന വിവരമാണ് പോലീസ് പങ്കുവയ്ക്കുന്നത്. പക്ഷേ ഈ കുഞ്ഞ് മരിച്ചതിന് ശേഷം ഇവർ മറവ് ചെയ്തതാണോ, ഇനി കൊലപ്പെടുത്തിയതാണോ എന്ന സംശയമാണ് പോലീസിനുള്ളത്. പക്ഷേ കുഞ്ഞ് ജീവനോടെ ഇല്ല എന്ന വിവരമാണ് പോലീസ് ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ആലപ്പുഴ KVM, ചേർത്തലയുള്ള KVM ആശുപത്രിയിൽ വെച്ച് 36-കാരിയായ പള്ളിപ്പുറ സ്വദേശി ആശ ആൺകുഞ്ഞിനെ, നവജാത ശിശുവിനെ പ്രസവിക്കുന്നത്. അതിനുശേഷം ഇത് വീട്ടുകാരിൽ നിന്നും മറച്ചുവെച്ച്, ഈ ഗർഭിണിയാണെന്ന വിവരം പോലും ഭർത്താവിൽ നിന്നും വീട്ടുകാരിൽ നിന്നും മറച്ചുവെച്ചു എന്ന വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. വയറ്റിൽ മുഴയുണ്ടെന്നാണ് വീട്ടുകാരോട് പറഞ്ഞത്. ഈ ആശാപ്രവർത്തകർ സാധാരണഗതിയിലൊക്കെ തന്നെ പ്രസവം കഴിഞ്ഞ സമയത്ത് വീട്ടിലെത്താറുള്ളതാണ്. അങ്ങനെ ആശാപ്രവർത്തക ഇതറിഞ്ഞു വീട്ടിലെത്തി. KVM ആശുപത്രിയിലെ റെക്കോർഡ് അനുസരിച്ചാണ് അവർ വീട്ടിലെത്തിയത്. ഈ ഘട്ടത്തിൽ വീട്ടുകാരോട് പറയരുത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ആശാപ്രവർത്തക ആത്മഹത്യ ചെയ്യും, ഈ യുവതി ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആശാപ്രവർത്തകയും ഈ വിവരം ആദ്യഘട്ടത്തിൽ ആരോടും പറഞ്ഞിരുന്നില്ല. പിന്നീട് 2ാമത്തെ ദിവസമാണ്, ഇന്ന് 11 മണിയോടുകൂടിയാണ് അവിടുത്തെ ജനപ്രതിനിധിയോട് ഈ വിവരം പങ്കുവെച്ചത്. അവിടെ വാർഡ് മെമ്പറിനോടും പഞ്ചായത്ത് പ്രസിഡന്റിനോടും വിവരം പങ്കുവെച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് വിവരം ചേർത്തല പോലീസിനെ അറിയിക്കുന്നത്. ചേർത്തല പോലീസ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ആശയെയും ആശയുടെ ആൺ സുഹൃത്തായിട്ടുള്ള രതീഷിനെയും കസ്റ്റഡിയിൽ, അവരുടെ വീട്ടിൽ നിന്നും കസ്റ്റഡി എടുത്തിട്ടുണ്ട്. കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ ഈ ചേർത്തലയിലെ പോലീസ് സ്റ്റേഷനിൽ ആശയെയും ആശയുടെ ആൺ സുഹൃത്ത് രതീഷിനെയും പോലീസ് സംഘം ചോദ്യം ചെയ്തു വരികയാണ്. ചേർത്തല DYSPക്കാണ് അന്വേഷണ ചുമതല. കുഞ്ഞിന് ജീവനില്ല എന്ന വിവരം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഇവർ മൊഴികൾ പല ഘട്ടത്തിലും മാറ്റിക്കൊടുത്തു. ആദ്യഘട്ടത്തിൽ പറഞ്ഞത് തൃപ്പൂണിത്തുറ സ്വദേശിയായ ഒരാൾക്ക് തങ്ങളുടെ കുടുംബത്തിന് സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ട്, ബാധ്യതയുണ്ട്, കുഞ്ഞിനെ പോറ്റാനുള്ള പാങ്ങില്ല, 2 കുട്ടികളുണ്ട്, അതുകൊണ്ട് ഈ കുഞ്ഞിനെ ഒരാൾക്ക് ദത്ത് കൊടുത്തു എന്നാണ് ആദ്യം പോലീസിന് മൊഴി നൽകിയത്. പക്ഷേ ആ മൊഴിയിലെ വൈരുദ്ധ്യം, അത് സംബന്ധിച്ചുള്ള പോലീസിൻ്റെ അന്വേഷണം എവിടെയും എത്താത്തതിനെ തുടർന്ന് വീണ്ടുമുള്ള ചോദ്യം ചെയ്യലിലാണ് ഇവർ കുഞ്ഞിന് ജീവനില്ല എന്നുള്ള കാര്യം മൊഴി നൽകിയിട്ടുള്ളത്. അത് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ഇനി അടുത്ത മണിക്കൂറുകളിൽ ചേർത്തല ഇൻസ്പെക്ടർ, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരുത്തും. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്. ഉന്മേഷ്. ശരി, മനീഷ് മഹിബാലാണ് വിവരങ്ങൾ നൽകിയത്. നടൻ ജയസൂര്യക്കെതിരായ നടിയുടെ പരാതിയിൽ പോലീസ് പ്രാഥമിക അന്വേഷണം തുടങ്ങി. നടിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. കരമന പോലീസ് രജിസ്റ്റർ ചെയ്ത FIR തൊടുപുഴ പോലീസിന് കൈമാറിയിരുന്നു. എബിൻ ജോസ് ഉണ്ട് തൊടുപുഴയിൽ നിന്ന്. എബിൻ, വിവരങ്ങൾ. എബിൻ, ഇത് കരമന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസായിരുന്നുവല്ലോ, തൊടുപുഴ പോലീസിന് കൈമാറുകയായിരുന്നുവല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ എബിൻ?
ഉന്മേഷ്, കരമന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് തൊടുപുഴ പോലീസിന് കൈമാറുകയായിരുന്നു. കാരണം ഈ കുറ്റകൃത്യം നടന്നത് തൊടുപുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. 2013 പിഗ്മാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചാണ് നടൻ ജയസൂര്യ കയറി പിടിച്ചെന്നുള്ള ആരോപണവും പരാതിയും ഈ നടി ഉന്നയിക്കുന്നത്. ഇതിന്മേലാണ് കരമന പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. IPC 354A-D വകുപ്പുകൾ പ്രകാരമായിരുന്നു കേസെടുത്തത്. ഈ വകുപ്പുകൾ പ്രകാരം തന്നെയുള്ള കേസാണ്, FIR ആണ് തൊടുപുഴ പോലീസും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നിലവിൽ തൊടുപുഴയിലെ ഒരു വനിതാ SIക്കാണ് ഇതിൻ്റെ പ്രാഥമിക അന്വേഷണ ചുമതല. പ്രധാനമായും ഷൂട്ടിംഗ് ലൊക്കേഷനുകൾ കേന്ദ്രീകരിച്ചായിരിക്കും ഇതിൻ്റെ അന്വേഷണം നടക്കുക. പ്രത്യേകിച്ച് ഈ കൃത്യം നടക്കുന്ന സമയത്ത് ജയസൂര്യയും നടിയും ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പിക്കാനുള്ള അന്വേഷണമാണ് ആദ്യം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. അതായത് അവർ താമസിച്ച ഹോട്ടലുകളും അതുപോലെ തന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തും. ഈ അന്വേഷണ സമയത്ത് നടിയെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഉന്മേഷ്, എബിൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കിട്ടിയതിലേക്ക് തിരികെ. തന്നെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റുന്ന കാര്യം അറിയില്ലെന്ന് AK ശശീന്ദ്രൻ. NCPയിലെ മന്ത്രിമാറ്റത്തിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നും AK ശശീന്ദ്രൻ പറഞ്ഞു. റിയാക്ഷൻ അതുമായി ബന്ധപ്പെട്ടുണ്ടാവോ? എനിക്കറിയില്ല. ഞാൻ എങ്ങനെ പറയാ, വാർത്തയും ഞാൻ കണ്ടിട്ടില്ല, എന്നോടവരും പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെ അഭിപ്രായം പറയാ? എന്റെ അറിവിൽ അങ്ങനെ ഒരു ചർച്ചയും തീരുമാനവും ഇല്ല. ശരി, ആയിക്കോട്ടെ. പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് 2ാം സ്വർണം. ബാഡ്മിന്റണിൽ നിതേഷ് കുമാറിലൂടെയാണ് സുവർണ നേട്ടം. ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം ഇതോടെ 9ആയി. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനിൽ, ഒരു സ്വർണം കൂടി, വിവരങ്ങൾ. ഉന്മേഷ, വീണ്ടും ഇന്ത്യക്ക് പാരീസിൽ നിന്നൊരു സന്തോഷ വാർത്ത. ഈ ഗെയിംസിലെ 2ാം സ്വർണമാണ് വന്നിരിക്കുന്നത്. ആദ്യം ഷൂട്ടിംഗ് റേഞ്ചിൽ നിന്നാണെങ്കിൽ ഇപ്പോൾ ബാഡ്മിന്റണിലൂടെയാണ് സ്വർണം വന്നിരിക്കുന്നത്. നിതേഷ് കുമാറാണ് ഇന്ത്യക്ക് സുവർണ നേട്ടം സമ്മാനിച്ചത്. ബ്രിട്ടീഷ് താരത്തെയാണ് തോൽപ്പിച്ചത്. ആദ്യ ഗെയിം 21-14 സ്വന്തമാക്കിയ നിതേഷ് 2ാം ഗെയിം കൈവിട്ടെങ്കിലും 18-21 എന്ന സ്കോറിന് കൈവിട്ടെങ്കിലും 3ാം ഗെയിമിൽ ഒരു ആവേശ പോരാട്ടത്തിനൊടുവിൽ, ഒരു ത്രില്ലർ പോരാട്ടത്തിനൊടുവിൽ 3ാം ഗെയിം 23-21 എന്ന സ്കോറിൽ സ്വന്തമാക്കിക്കൊണ്ട് അങ്ങനെ ഇന്ത്യക്ക് പാരീസ് പാരാലിമ്പിക്സിലെ 2ാം സ്വർണ്ണ മെഡൽ സമ്മാനിച്ചിരിക്കുകയാണ്. എന്തായാലും പാരീസ് ഒളിമ്പിക്സിലൊക്കെ തന്നെ ബാഡ്മിൻ്റണിൽ ഇന്ത്യ വലിയ പ്രതീക്ഷ വെച്ച് പോയെങ്കിലും ഇന്ത്യക്ക് വലിയ നിരാശയാണ് ഉണ്ടായത്. പക്ഷേ പാരാലിമ്പിക്സിലേക്ക് വന്നപ്പോൾ ഇന്ത്യക്ക് ബാഡ്മിൻ്റണിൽ അങ്ങനെ ഒരു സ്വർണം ലഭിച്ചിരിക്കുന്നു. അങ്ങനെ ഇന്ത്യക്ക് വലിയൊരു നേട്ടം തന്നെ കൊണ്ടുവരാൻ നിതേഷ് കുമാറിന് സാധിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 9ആയി ഉയരുകയും ചെയ്തു ഇതോടുകൂടി. അനിൽ വാസ്തവാണ് വിവരങ്ങൾ നൽകിയത്. ലൈംഗിക പീഡന കേസിൽ മുകേഷ്, മണിയമ്പിള്ള രാജു, അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് സർക്കാർ. പ്രതികളെ കസ്റ്റഡിയിൽ വേണം എന്നാണ് പോലീസിന്റെ ആവശ്യം. കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നാളെയും വാദം തുടരും. കേസുകളിൽ ഇടവേള ബാബു പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലും സിദ്ദിഖ് ഹൈക്കോടതിയിലും മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. പരാതിക്കാരിക്ക് മറ്റൊരു മുഖമുണ്ടെന്നും മൊഴിയിൽ വ്യക്തതയില്ല എന്നുമാണ് സിദ്ദിഖിന്റെ വാദം. ശ്രീകാന്ത് ചേരുന്നുണ്ട് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് പ്രധാനമായും നടന്ന വാദം മുകേഷിന്റെയും മണിയമ്പിള്ള രാജുവിന്റെയും അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയായിരുന്നു. അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു വാദം. പ്രതികളുടെ ജാമ്യാപേക്ഷയെ എതിർത്ത സർക്കാർ കസ്റ്റഡി ആവശ്യം കോടതിയിൽ ഉന്നയിച്ചു. പക്ഷേ അതിന്റെ വാട്സപ്പ് ചാറ്റുകൾ, ഫോൺ കോൾ രേഖകൾ, അതോടൊപ്പം മാധ്യമങ്ങളിൽ വന്ന പരാതിക്കാരുടെ പ്രതികരണങ്ങൾ എന്നിവ മുദ്രവെച്ച കവറിൽ മുകേഷിന്റെ അഭിഭാഷകൻ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. ഇന്ന് കോടതി ഈ വിഷയത്തിൽ വാദം പൂർത്തിയാക്കിയില്ല. നാളെ വീണ്ടും വാദം തുടരും. അതിനുശേഷമായിരിക്കും ഇതിലൊരു വിധി പറയുന്നത്. അതേസമയം ഇന്ന് ഇടവേള ബാബു ജുഡീഷ്യൽ പ്രിൻസിപ്പൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്ന് ഈ ഹർജിയുമായി എത്തി. സെഷൻസ് കോടതിയിൽ നിന്ന് ഹർജിയുമായി എത്തി. അത് മുൻകൂർ ജാമ്യ ഹർജിയാണ് ഇടവേള ബാബു സമർപ്പിച്ചത്. സിദ്ദിഖ് ഹൈക്കോടതിയാണ് മുൻകൂർ ജാമ്യ ഹർജിയുമായി സമീപിച്ചിട്ടുള്ളത്. പ്രധാനപ്പെട്ട കോടതി വാർത്തകൾ ഇന്നുണ്ടായത് ഇതാണ്. ഇപ്പോൾ കിട്ടിയതിലേക്ക് തിരികെ. മലപ്പുറം SP ക്യാമ്പ് ഓഫീസിലെ മരം മുറിക്കൽ കേസിൽ ഉദ്യോഗസ്ഥരിൽ നിന്ന് മൊഴിയെടുക്കുന്നു. മരം മുറിക്കൽ നടന്ന ദിവസം ക്യാമ്പ് ഓഫീസിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ മൊഴിയാണ് തൃശൂർ റേഞ്ച് DIG തോംസൺ ജോസ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. സമീർ ബിൻ കരീം വിവരങ്ങളുമായി മലപ്പുറത്തുനിന്ന് ചേരുന്നുണ്ട്. സമീർ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഈ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ക്യാമ്പ് ഓഫീസിലെ മരമുറിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അന്വേഷണത്തിന്റെ ഭാഗമായുള്ള മൊഴിയെടുക്കൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തൃശൂർ റേഞ്ച് DIG തോംസൺ ജോസാണ് നിലവിൽ ഇവിടെ എത്തി മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അന്ന് മരമുറി നടക്കുന്ന ദിവസം പാറ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴിയാണ് നിലവിൽ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. നേരത്തെ ഈ കേസ് അന്വേഷിച്ചിരുന്നത് അഡീഷണൽ SP ഫിറോസ് ഷഫീഖ് ആയിരുന്നു. അദ്ദേഹവും നിലവിൽ ഈ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. കാരണം ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ
ഭാഗമായുള്ള വിവരങ്ങളെല്ലാം തന്നെ ഈ DIG ഇദ്ദേഹത്തിൽ നിന്നും ശേഖരിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഏതായാലും മൊഴിയെടുപ്പ് നിലവിൽ 1 മണിക്കൂറോളം പിന്നിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. അല്പസമയത്തിനകം തന്നെ പൂർത്തിയാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഉന്മേഷ്. സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്. മുല്ലപ്പെരിയാർ ഡാമിൽ സുരക്ഷാ പരിശോധന നടത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര ജല കമ്മീഷൻ അംഗീകരിച്ചു. ഡാമിന്റെ സുരക്ഷാ പരിശോധന 1 വർഷത്തിനുള്ളിൽ നടത്തണം എന്ന് മേൽനോട്ട സമിതി അറിയിച്ചു. തമിഴ്നാടിന്റെ എതിർപ്പ് തള്ളിയാണ് ജല കമ്മീഷന്റെ തീരുമാനം. വിനീത VG വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിനീത, കേരളത്തിന്റെ ആവശ്യം സുരക്ഷാ പരിശോധന ഇപ്പോൾ അംഗീകരിച്ചിരിക്കുകയാണല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ വിനീത? തീർച്ചയായും ഉന്മേഷ്, നേരത്തെ തന്നെ ഈ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് വലിയൊരു ആശങ്ക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേരളം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനൊരു താൽക്കാലിക പരിഹാരമാണിതെന്ന് കൂടി വേണം നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കാൻ. ഇതിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞിരിക്കുന്നത് മുല്ലപ്പെരിയാറിൽ സുരക്ഷാ പരിശോധന നടത്തണമെന്ന കേരളത്തിന്റെ ആവശ്യമാണിപ്പോൾ കേന്ദ്ര ജല കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ളത്. ഈ 12 മാസത്തിനുള്ളിൽ പരിശോധന പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശമുള്ളത്. ഒപ്പം തന്നെ ഇപ്പോൾ പരിശോധിക്കേണ്ടതില്ല എന്ന തമിഴ്നാടിന്റെ വാദവും ജല കമ്മീഷൻ തള്ളിയിട്ടുണ്ട്. 2026 മാത്രം ഇങ്ങനെ സമഗ്രമായിട്ടുള്ള പരിശോധന മതി എന്നുള്ളതായിരുന്നു തമിഴ്നാട് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഈ ഡാമിന്റെ മറ്റ് അറ്റകുറ്റപ്പണികളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രം ഈ പരിശോധന നടത്തിയാൽ മതിയെന്നായിരുന്നു തമിഴ്നാടിന്റെ വാദം. അത് മതിയാവില്ലെന്നും ഇതിൽ അടിയന്തരമായി തന്നെ ജല കമ്മീഷൻ ഇടപെട്ടുകൊണ്ട് ഈ പരിശോധന പൂർത്തിയാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് കേരളം മുന്നോട്ട് വെച്ചൊരു ആവശ്യം. ഈ ആവശ്യമാണ് ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഒപ്പം തന്നെ 2011 ശേഷം ഈ കേരളത്തിന്റെ ആവശ്യം അംഗീകരിക്കുന്നത് ഇത് ആദ്യം കൂടിയാണ്. ഉന്മേഷ്. വിനീത VG ആണ് വിവരങ്ങൾ നൽകിയത്. കുട്ടികളുടെ ലൈംഗിക ദൃശ്യങ്ങൾ സൂക്ഷിച്ചതിന് എറണാകുളത്ത് 15 ഫോണുകൾ പിടിച്ചെടുത്ത് പോലീസ്. ഓപ്പറേഷൻ പി ഹണ്ടിന്റെ ഭാഗമായിട്ടാണ് നടപടി. ഫോണിന്റെ ഉടമകളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ശ്യാംകുമാറുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി. ശ്യാം, എന്തൊക്കെയാണ് റെയ്ഡിന്റെ വിശദാംശങ്ങൾ? ഉന്മേഷ്, എറണാകുളം റൂറൽ പോലീസ് നടത്തിയ റെയ്ഡിലാണ് കുട്ടികളുടെ ലൈംഗിക ദൃശ്യങ്ങൾ സൂക്ഷിക്കുകയും അത് ഡൗൺലോഡ് ചെയ്യുകയും ചെയ്ത ഫോണുകൾ ഉൾപ്പെടെ പിടിച്ചെടുത്തിരിക്കുന്നത്. 15-ലധികം പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരുന്നു. നിലവിൽ പിടിച്ചെടുത്ത ഫോണുകളെല്ലാം ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. വിവിധ പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് നടന്ന റെയ്ഡിലാണ് ഇത്രയധികം ഫോണുകൾ പിടിച്ചെടുത്തിരിക്കുന്നത്. ഏതായാലും ഇതിന്റെ തുടർ നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ശ്യാംകുമാർ, കൊച്ചിയിൽ നിന്ന്. ആന്ധ്രാപ്രദേശിലെയും തെലങ്കാനയിലെയും കനത്ത മഴയെ തുടർന്ന് കേരളത്തിലുള്ള സർവീസ് നടത്തുന്ന 6 ദീർഘദൂര ട്രെയിനുകൾ ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നു. വിശദാംശങ്ങളുമായി രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. രാഹുൽ, ഏതൊക്കെ പ്രധാനപ്പെട്ട ട്രെയിനുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്? ഉന്മേഷ്, ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിലാണ് 6 ട്രെയിനുകൾ കൂടി ഇപ്പോൾ റദ്ദാക്കിയിട്ടുള്ളത്. അത് പ്രധാനമായും കേരളത്തിൽ നിന്നും സർവീസ് ആരംഭിക്കുന്നതും സർവീസ് അവസാനിപ്പിക്കുന്നതുമായ ദീർഘദൂര ട്രെയിനുകളാണ് റദ്ദാക്കിയവയിൽ പെടുന്നത്. ട്രെയിൻ നമ്പർ 17-235 ബംഗളൂർ നാഗർകോവിൽ എക്സ്പ്രസ്, 17-236 നാഗർകോവിൽ ബംഗളൂരു എക്സ്പ്രസ്, 18-189 ടാറ്റാനഗർ എറണാകുളം എക്സ്പ്രസ്, 060-82 ഷാലിമാർ കൊച്ചുവേളി എക്സ്പ്രസ്, 126-65 ഹൗറ കന്യാകുമാരി എക്സ്പ്രസ്, 228-37 ഹത്യ എറണാകുളം എക്സ്പ്രസ് തുടങ്ങിയ 6 ട്രെയിനുകളാണ് ഇപ്പോൾ റദ്ദാക്കിയിട്ടുള്ളത്. വരും മണിക്കൂറുകളിലും കൂടുതൽ ട്രെയിനുകൾ റദ്ദാക്കേണ്ടി വരുമെന്നാണ് റെയിൽവേ അറിയിക്കുന്നത്. ഉന്മേഷ്. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.